ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വീഡിയോയിലൂടെ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വരുന്ന സോൾസിനുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോ ഡിവൈൻലി ഗൈഡഡ് ആണ്. ആദ്യം തന്നെ പറയുകയാണ്, ഈ ഒരു കാര്യം കേട്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസസ് ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് മാത്രമായിട്ട് ഞാൻ കമൻറ്റ്സ് ഓഫാക്കിയിടും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു വീഡിയോ എൻറ്റയർലി ഡിവൈൻലി ഗൈഡഡ് ആണ്. ആ ഒരു എക്സ്പീരിയൻസും ഞാൻ ഷെയർ ചെയ്യാം. അപ്പം മറ്റുള്ള വീഡിയോസ് അല്ലേന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് അതൊക്കെയും ഗൈഡഡ് ആണ്. എന്നാൽ എവിടെയെങ്കിലുമൊക്കെ ആ ഒരു വീഡിയോസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആവാം, പെട്ടെന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ച് റെക്കോർഡ് ചെയ്യുന്ന ഓരോ ടോപ്പിക്സ് ആവാം. ഓക്കെ, പക്ഷേ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നാളായിട്ട് ഉള്ളിലേക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ആ ഒരു കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാൻ എനിക്കും എവിടെയോ ഒരു പേടിയെന്ന് തന്നെ പറയാം. പേടിയെന്ന് വെച്ചാൽ പിന്നെയും ഞാൻ കർമ്മ ക്രിയേറ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടി കൊണ്ട് തന്നെ ഞാൻ ഇടാതിരിക്കുകയായിരുന്നു. കാരണം റീസെൻ്റ്ലി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഹീലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം, ഒരു പോസിറ്റീവ് അല്ലാത്ത ഒരു കാര്യം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആൻഡ് ദയവ് ചെയ്ത് അതിനെക്കുറിച്ച് കമൻസായിട്ട് കമൻ്റ് ഇടുകയും ചെയ്യരുത്. അപ്പോൾ ഈ കാര്യങ്ങൾ പലരും മെസ്സേജായിട്ട് യൂട്യൂബിൽ കൊടുത്തിരിക്കുന്ന ആ നമ്പറിലേക്ക് മെസ്സേജുകളായിട്ട് ആ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അയച്ചു തന്നു. അതായത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 4 to 5 കോൾസ് നമ്മുടെ മലയാളം കമ്മ്യൂണിറ്റിയിൽ നിന്നും തന്നെ ഞാൻ റിസീവ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നയാൾക്ക് ഇത് സംഭവിച്ചെന്ന്. ഞാൻ അപ്പോഴൊക്കെയും പറഞ്ഞു, അത് കർമ്മ ക്രിയേഷനാണ്, നമുക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ അതിനെ ആ രീതിയിൽ എടുത്തുകൊണ്ട് പോയപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നും പല കോൾസ്, പല മെസ്സേജസ് ഈ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എനിക്ക് തോന്നി, ഇതിൽ എനിക്ക് എന്തെങ്കിലും ഒരു പാട്ടുണ്ടോ പ്ലേ ചെയ്യാൻ. ഇതൊരു 4 to 5 ഡേയ്സ് മുമ്പത്തെ കാര്യം. അന്ന് ഒരു ഡീപ്പ് മെഡിറ്റേഷനിൽ എനിക്ക് ഗിവ് ദ അവെയർനെസ് എന്നാണ് വന്നത്. പക്ഷേ എഗെയിൻ നമുക്കൊക്കെ ഉള്ള ഒരു ഈഗോ മൈൻഡ് ഉണ്ടല്ലോ, അത് ഇടയ്ക്കൊക്കെ ആക്റ്റീവ് ആവുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു തോട്ട് പാറ്റേണിൽ അവിടെ ഞാൻ മേ ബി ഫുള്ളി സറണ്ടർ ആവാതെ അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ എന്നുള്ള രീതിയിൽ പിന്നെ അതിനെ ലെറ്റ് ഗോ ചെയ്തു. അന്ന് ഞാൻ വെളിയിൽ പോയി 2 ദിവസം മുമ്പേ. അപ്പോഴും എൻ്റെ മുമ്പിൽ വരുന്ന വാക്കുകൾ മാനിപ്പുലേഷൻ ഈസ് ഗോയിങ് ഓൺ. പലരും മാനിപ്പുലേറ്റ് ചെയ്ത കാര്യങ്ങൾ പറയുന്നു. അതായത് നമ്മുടെ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് അല്ലെങ്കിൽ പോലും ഒരു 3Dയിൽ നിൽക്കുന്ന ആൾക്കാർ പോലും അറിഞ്ഞോ അറിയാതെ അവരിലൂടെ ഡിവൈൻ ഗൈഡ് ചെയ്യുന്നു. എഗെയിൻ ഇന്നലെ ശരിക്കും സറണ്ടർ ചെയ്ത് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് വന്ന ഒരു ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചല്ല നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്, കുറച്ച് ഗൈഡ് ലൈൻസ് അവേക്കനിങ്ങിൽ വരുന്നവർക്ക് വേണ്ടി ഇടുക എന്നുള്ളതാണ്. സോ ആ ഒരു കാര്യം ഇടാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ സ്പിരിച്വൽ അവേക്കനിങ്ങിലെന്ന് പറയുന്നത് എന്താണ്? സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഇന്നർ ട്രൂത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഗോയിങ് ഡീപ്പ് ഇൻസൈഡ് അസ്, നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കേണ്ട ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഒരു സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത്. അതിപ്പം ട്വിൻ ഫ്ലെയിംസ് ആയിക്കോട്ടെ, പല സോൾ ജേർണിയിലുള്ളവർ കാണും. ഇതൊക്കെയും സ്പിരിച്വൽ അവേക്കനിങ്ങിലാണ് വരുന്നത്. എന്തിനാണ് ഈ സ്പിരിച്വൽ അവേക്കനിങ് നമുക്ക് തന്നിരിക്കുന്നത്? ഗ്രാജ്വലി നമ്മളുടെ ഉള്ളിലെ ശിവൻ തത്വത്തെയും ശക്തി തത്വത്തെയും നമ്മൾ ഹാർമോണിയസ്ലി ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മളുടെ പർപ്പസിലെത്തുകൊണ്ട് നമ്മൾ ആ ഒരു ജോയ്ഫുൾ സ്റ്റേറ്റിലിരുന്നു കൊണ്ട് നമ്മളുടെ ഹയസ്റ്റ് പൊട്ടൻഷ്യാലിറ്റിയിൽ വരാനായിട്ടാണ്. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവരാണെങ്കിൽ സ്പിരിച്വൽ ട്വിൻ എന്ന് പറയുന്ന ആളായിരിക്കും, ആ ഒരു സോളിൻ്റെ ആ ഒരു ബോഡിയിലുള്ള ആളായിരിക്കും ആദ്യം അവേക്കൺ ആവുന്നത്. അതുകൊണ്ട് തന്നെ അവരൊരു ലവ് ആൻഡ് ലൈറ്റിൻ്റെ പാതയിലായിരിക്കും. അതായത് ഒരു അൺകണ്ടീഷണൽ ലവിൻ്റെ പാതയിലേക്കായിരിക്കും അവർ വരുന്നത്. അതായത് ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ഒരു അൺകണ്ടീഷണൽ ലവ് ലോകത്തിന് കൊടുക്കണമെങ്കിൽ ആദ്യം അവർ അൺകണ്ടീഷണൽ ലവ് ആയി മാറണം, അല്ലേ? അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ സ്പിരിച്വൽ ജേർണി എന്ന് പറയുന്നത് ഒരു ലവിൻ്റെ പാതയാണല്ലേ, ലവ് ആൻഡ് ലൈറ്റിൻ്റെ പാതയാണ്.
ഇവിടെ നമ്മൾ ഫിയർ ബേസ്ഡ് എനർജിയിൽ നിൽക്കുമ്പോഴാണ് നമ്മളെ പലരും എക്സ്പ്ലോയിറ്റ് ചെയ്യാനൊക്കെയും ഒരു ചാൻസ് പലർക്കും നമ്മൾ കൊടുക്കുന്നത്. ഇതൊരു നെഗറ്റീവായിട്ട് എടുക്കരുത്. നമ്മൾ സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് ദൈവം തന്നിരിക്കുന്നത് നമ്മുടെ ഇൻഡ്യൂഷനാണ്. 6th സെൻസ് എന്ന് നമ്മൾ പറയും. നമ്മളൊരു നോർമൽ സോളിനേക്കാളും കോൺഷ്യസ്നെസ് കൂടുതലായിരിക്കും സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വന്ന ഒരു സോളിന്. കാരണം അവർ ഹീലിംഗ് നടത്തുന്നത് കൊണ്ട് അവരുടെ ഇന്നർ വോയിസിനെ അവർക്ക് കേൾക്കാനുള്ള ഒരു കെൽപ്പ് കൂടുതലായിരിക്കും. അതിലേക്ക് കണക്റ്റ് ആവാൻ പറ്റും. അതിനെ മനസ്സിലാക്കാനുമുള്ള ഒരു ശേഷി അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വന്ന സോൾസിന് കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു സോളിലേക്ക് കണക്റ്റ് ആവുമ്പോൾ മനസ്സിലാക്കുക, അവരുടെ എനർജി റീഡ് ചെയ്യാനായിട്ട് മനസ്സിലാക്കുക. കാരണം സെൻസ് ചെയ്യാൻ പറ്റും നമ്മൾക്ക് എല്ലാവരുടെയും എനർജി. മറ്റുള്ളവർ ഒന്ന് സംസാരിക്കുമ്പം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ ആയിരിക്കാം ഒരു നോർമൽ സോള് മറ്റൊരു സോളിനെ മനസ്സിലാക്കുന്നതെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വന്ന ഒരു സോൾ അതിനെ എത്ര അൺഹീൽഡ് വേർഷൻ ആയിക്കോട്ടെ, എത്ര ലോവർ വൈബ്രേഷനിൽ നിൽക്കുന്ന ആളും ആയിക്കോട്ടെ, അവർക്ക് മറ്റുള്ള സോൾസിൻ്റെ എനർജീനെ സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആരോട് സംസാരിക്കുമ്പോഴും ഏതൊരു വീഡിയോ കേൾക്കുമ്പോഴും ഏതൊരു ഹീലറിൻ്റെ അടുത്ത് പോകുമ്പോഴും നിങ്ങൾ ആദ്യം എനർജീനെ സെൻസ് ചെയ്യുക. എനർജീനെ എങ്ങനെയാണ് സെൻസ് ചെയ്യുന്നത്? ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ, ആ ഒരു ആളെ കാണുമ്പോൾ നമ്മൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്ന ആദ്യത്തെ ഒരു ഇംപ്രഷനുണ്ട്, ആദ്യത്തെ ഒരു ഫീലിംഗ് ഉണ്ട്, ആദ്യത്തെ ഒരു ഡൗൺലോഡുണ്ട്. അതാണ് എനർജീനെ നമ്മൾ ഫീലാവുക എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തായിട്ട് സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വരുന്ന ഏതൊരു സോളും മനസ്സിലാക്കേണ്ടത് 100% നിങ്ങളെ ഹീലാക്കാനായിട്ട് ഇനിയൊരു സോൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നില്ല. ഓഫ് കോഴ്സ് നിങ്ങൾ എവിടെ ഒരു ബ്ലോക്ക്ഡ് എനർജിയിലാണെങ്കിൽ, ഒരു സ്റ്റാഗ്നൻ്റ് എനർജിയിലാണെങ്കിൽ, സെയിം ലൂപ്പിലാണ്, സെയിം പാറ്റേൺസിലാണെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു സ്പിരിച്വൽ ഹീലർ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് കൈ പിടിച്ച് കയറ്റുമെന്നേ ഉള്ളൂ. അതിൻ്റെ മീനിങ് നിങ്ങളെ 100% ആർക്കും ഹീൽ ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങളുടെ സോഴ്സ് എനർജിയുമായിട്ട് കണക്റ്റായിട്ട്, യൂണിവേഴ്സൽ എനർജിയുമായിട്ട് കണക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. ഈ ഒരു സത്യത്തെ അംഗീകരിക്കുമ്പോൾ നമ്മൾ വെളിയിൽ നിന്നുള്ള ഒരു ഹീലിംഗ് എപ്പോഴും കോഡിപ്പെൻഡൻസിയിൽ വരുന്നത് നിർത്തും. എപ്പോഴും കോഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ജേർണിയിൽ കഴിഞ്ഞ 6 വർഷമായിട്ടുള്ള ഒരാളാണ് ഞാൻ. ആദ്യത്തെ 3-3.5 വർഷം ഞാനും ഒത്തിരി ഹീലിങ്സ് എടുത്തിട്ടുണ്ട്. 3.5-4 വർഷം വരെ എനിക്ക് സമയം പിടിച്ചു ആക്ച്വലി. അപ്പോഴൊക്കെയും ഈ 4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഹീലിങ്സ് എടുത്തു എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ എവിടെയെങ്കിലും സെയിം ലൂപ്പിലാണെങ്കിൽ മനസ്സിലാക്കിയിട്ട് അപ്പോൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് എനിക്ക് ആ ഒരു കാര്യത്തെ ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്കിനെ കാണിച്ചു തരാൻ, ആ ഒരു ബ്ലോക്കിനെ ഹീൽ ചെയ്യാനുള്ള ഒരു ശേഷി തരാൻ, ഗൈഡൻസ് തരാനുള്ള ആൾ എൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. സോ എല്ലാ കാര്യങ്ങളും അങ്ങനെ സറണ്ടർ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ പാതയിൽ ഓരോ ബ്ലോക്ക് വരുമ്പോൾ അവിടെ യൂണിവേഴ്സായിട്ട് ആൾക്കാരെ നമ്മൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തായിട്ട് എന്തുകൊണ്ടാണ് ഈ മൊത്തത്തിൽ ഹീൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഹീലിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾക്കൊക്കെ ഒത്തിരി കൺഫ്യൂഷൻ കാണും. അപ്പോൾ ആരെങ്കിലും നമ്മൾക്ക് ഹീലിംഗ് ഓഫർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടേക്ക് നോക്കുക സ്വാഭാവികമാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഇനിയൊരു കാര്യം, ഹീലിംഗ് ചെയ്യാണ്ട് പലരും പല സ്പിരിച്വൽ ഹീലേഴ്സിൻ്റെ അടുത്തും, ഞാൻ ആരെയും ജഡ്ജ് ചെയ്യുമോ ഒന്നുമല്ല, ജസ്റ്റ് പറയുകയാണ്. ഇന്നിപ്പം എൻ്റെ അടുത്തു നിന്ന് ഒരു ഹീലിംഗ് സെഷൻ എടുത്തു, 2 മാസം കഴിഞ്ഞ് ഇനിയൊരാളുടെ അടുത്തു നിന്ന്, 3 മാസം കഴിഞ്ഞ് ഇനിയൊരു സോളിൻ്റെ അടുത്തു നിന്ന്, ദാറ്റ്സ് അബ്സല്യൂട്ട്ലി ഓക്കെ നിങ്ങൾ എടുക്കുന്നത്. പക്ഷേ ഞങ്ങളൊക്കെയും ഹീലിംഗ് ചെയ്തു തരുന്നത് നിങ്ങളുടെ സർട്ടൻ ബ്ലോക്സ് മാറ്റിത്തരാൻ മാത്രമാണ്. പക്ഷേ എൻറ്റയർ ബ്ലോക്സ് മാറ്റാനുള്ള കഴിവ് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ. അത് മനസ്സിലാക്കുക. സോ ഹീലിംഗ് എന്ന് പറയുന്നത് സ്വയം ചെയ്യേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഫ്രീ ഹീലിംഗ് എന്ന് കേൾക്കുമ്പോൾ നമ്മളിൽ പലരും ഒരു ലോവർ എനർജിയിൽ നിൽക്കുമ്പോൾ, കാരണം ഒരു ഡിവൈൻ ഫെമിനൈൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് അല്ലെങ്കിൽ അത്രയും ഹീലായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫ്രീ ആയിട്ട് കിട്ടുന്നത് നമുക്കൊരിക്കലും അത് അക്സെപ്റ്റബിൾ അല്ല, അല്ലെങ്കിൽ അത് പിന്നെയും കർമ്മയെ ക്രിയേറ്റ് ചെയ്യുകയാണ് അറിഞ്ഞോ അറിയാതെയോ. അപ്പോൾ ഫ്രീ ഹീലിംഗ് ആരെങ്കിലും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് തരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് ഒരിക്കലും നിങ്ങൾക്കുള്ളതല്ല. കാരണം ഒരു
ഡിവൈൻ ഫെമിനൈൻ എന്ന് പറയുന്നത് ഒരു എംപ്രസ് മോഡാണ്, എംപ്രസിൻ്റെ എനർജിയാണ്. ഒരു ക്വീൻ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കുമോ? അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വരുന്ന ഏതൊരാളും ആ ഒരു കംപ്ലീഷൻ്റെ എനർജിയിലേക്കാണ് വരുന്നത്. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത്, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വെബിനാറോ അല്ലെങ്കിൽ ഒരു ഹീലിംഗ് സെഷനോ ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. പതിവായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവിടെ എനർജി സക്കിങ്ങും നടക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ഡിവൈൻ ഫെമിനൈൻ ഹീലിങ്ങിലേക്ക് വരുമ്പോൾ അവരുടെ എനർജി എന്ന് പറയുന്നത് ഒരു ഹയർ വൈബ്രേഷണൽ എനർജിയാണ്, ഇനി എത്ര അൺഹീൽഡ് വെർഷൻ ആണെങ്കിലും. സോ ഈ ഒരു എനർജി എത്രയോ പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യാനുള്ള എനർജിയാണ്. അതായത് സൊസൈറ്റി പാറ്റേൺസിനെ നമ്മൾ ഹീലിംഗ് നടത്തിക്കൊണ്ട് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരിടത്ത് ഹീലിങ്ങിന് പോകുമ്പം ഒബ്വിയസ്ലി ആ ഒരു ഹീലിംഗ് എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്, എനർജി എക്സ്ചേഞ്ച് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒന്നുകിൽ നിങ്ങളെ ഹീൽ ചെയ്യാനുള്ള കഴിവുള്ളവരായിരിക്കണം അപ്പുറത്ത് നിൽക്കുന്ന സോൾസ്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജീനെ സക്ക് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം. സോ ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻഡ്യൂഷനായിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പോകുന്നത്. സോ ഒരിക്കലും ഒരു ഫ്രീ സെഷനൊന്നും ഓപ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ബീയിങ് എ ഡിവൈൻ ഫെമിനൈൻ നല്ല കാര്യം. കാരണം എഗെയിൻ ഒരു ഡിവൈൻ ഫെമിനൈൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അവരുടെ എനർജിയാണ്. ഇന്നിപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ഇത്ര എന്തെങ്കിലും കാര്യം തരാം, എനർജി ഇത്ര എക്സ്ചേഞ്ച് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. കാരണം എൻ്റെ ഏറ്റവും വലിയ അസറ്റെന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു പോയിന്റിൽ എൻ്റെ ഒരു എനർജി തന്നെയാണ്. നമ്മൾ എത്രത്തോളം ഇന്നർ വർക്ക് ചെയ്ത് അത്രത്തോളം പാടുപെട്ട് തന്നെയാണ് നമ്മളൊരു ബാലൻസ്ഡ് സ്റ്റേജിലേക്ക് വരുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു എനർജീനെ നിങ്ങൾ ഇനി എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് മിസ്യൂസ് ചെയ്യാൻ കൊടുക്കാതിരിക്കുക, അതിനെ പാഴാക്കാതിരിക്കുക. കാരണം ഒരു സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിലേക്ക് വരുമ്പോൾ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സാണ്. നിങ്ങളുടെ ഏഞ്ചൽസ്, നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങൾ വിളിക്കുന്ന ആ ഒരു ദേവന്മാരോ ദേവിമാരോ അവരുടെയൊക്കെ ഹെൽപ്പ് നിങ്ങൾക്ക് എപ്പോഴും കൂടുതലായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഈ ഒരു ജേർണിയിൽ അവർ മാത്രമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഈ ഇടയ്ക്ക് വരുന്ന സോൾസൊക്കെയും സോൾ കോൺട്രാക്റ്റിൻ്റെ അനുസരിച്ച് കുറച്ച് നാൾ വന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻറ്റയർലി ഒരു വിശ്വാസം എന്ന് പറയുന്നത് യൂണിവേഴ്സിൽ അർപ്പിക്കുക. ഈവൻ ഈ ഒരു ഇങ്ങനെ വീഡിയോസിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഹീലിംഗ് കിട്ടുമായിരിക്കും, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ട് തോന്നുമായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഇന്നർ നോയിങ്ങിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ ട്രൂത്തിലേക്ക് കണക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാത്ത ഒരു കാര്യവും നിങ്ങളുടെ ഹീലിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതല്ല എന്ന് മനസ്സിലാക്കുക. ഇനിയും ഹീലിങ്ങിലേക്ക് വരുന്ന ബ്യൂട്ടിഫുൾ സോൾസ് ആരെങ്കിലും നിങ്ങളോട് ഏതെങ്കിലും ജപങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ദീക്ഷകൾ തരാമെന്നൊക്കെ പറഞ്ഞ് നഗ്നമായിട്ടൊക്കെ വീഡിയോസിൻ്റെ മുമ്പിൽ വരാൻ പറയുകയാണെങ്കിൽ ഇവിടെ 2 ആസ്പെക്റ്റ് പറയാം. ഞാൻ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് പറയാം, വളരെ 3Dയിൽ പറയാം. 3Dയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഏതൊരു ഫീമെയിലിനും വളർന്നു വരുമ്പം തന്നെ ദൈവം കൊടുത്തിരിക്കുന്ന ഇനിയൊരു ഗിഫ്റ്റുണ്ട്. അവരെ റോങ്ലി ആരെങ്കിലും ഒരു കറക്റ്റ് അല്ലാത്ത വേയിൽ അവരെ ഒന്ന് നോക്കുമ്പം പോലും അവർക്കത് സെൻസ് ചെയ്യാറുണ്ട്. അവരതിന് റിയാക്ട് ചെയ്യാനുള്ളൊരു തൻ്റെ ഇടം അല്ലെങ്കിൽ ആ ഒരു റിയാക്ട് ചെയ്യാനുള്ള ഒരു ഇന്നർ സ്ട്രെങ്ത് ദൈവം കൊടുത്തിട്ടുണ്ട്. ഇത് 3Dയിൽ പറയുകയാണ് കേട്ടോ. എല്ലാവരും ഇപ്പം ഒരു ട്വിൻ ഫ്ലെയിം ആവണമെന്നോ സ്പിരിച്വൽ അവേക്കനിങ്ങിൽ കാണണമെന്നോ ഒന്നുമില്ല. മേ ബി ഏതെങ്കിലും ഒരു കാർമിക് ഇഷ്യൂസ് കൊണ്ടും നമുക്ക് ഈ ഒരു അവേക്കനിങ്ങിൻ്റെ വീഡിയോസൊക്കെ മുമ്പിൽ വരാം. അപ്പോൾ ഈ ജപങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ പറയുമ്പോൾ നമ്മളെ ഒരു റോങ്ലി ഗൈഡഡ് ആയിട്ട് ഒരാൾ നഗ്നമായിട്ട് വീഡിയോയുടെ മുമ്പിൽ വരിക എന്ന് പറയുമ്പം എത്രത്തോളം ഇന്നത്തെ കാലത്ത് അഡ്വാൻസ്ഡ് ആണ് ടെക്നോളജി എന്ന് മനസ്സിലാക്കുക. അതിൻ്റെയൊക്കെ കാര്യം അത്രയും അന്ധമായിട്ട് ഒന്നിലും വിശ്വസിക്കാതിരിക്കുക, ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. രണ്ടാമത്തേത് 5D റിലേറ്റഡ് ആയിട്ട് സ്പിരിച്വൽ അവേക്കനിങ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ, സ്പിരിച്വൽ വർക്ക് ചെയ്യുമ്പോൾ, ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ ഏതൊരു സ്പിരിച്വൽ ബീയിങ്ങിൻ്റെയും ഫേസ് മാറും. മിനിമം തിങ്ങാണ് ഫേസ് എന്ന് പറയുമ്പോൾ. എല്ലാവരും പറയാറുണ്ട് ഫേസ് യങ് ആയതുപോലെയുണ്ട്, ഒത്തിരി മാറ്റമുണ്ട്, ബ്രൈറ്റ്നസ് ഉണ്ട്, ഒരു വല്ലാത്ത ഒരു അട്രാക്ഷൻ ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കണം നമ്മളൊക്കെയും ഹീലിംഗ് വർക്കിലൂടെ പോകുമ്പോൾ, അല്ലേ? അതേപോലെ തന്നെ വോയിസ് ചേഞ്ച് ആവും.
ഇപ്പം എൻ്റെയൊക്കെ വോയിസ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഈ ചക്ര ബാലൻസിങ്ങും ഒക്കെ ചെയ്തുകൊണ്ട് വരുമ്പോഴാണ് കുറേയൊക്കെ നമുക്ക് അത്രയും ഹീലിങ്ങിലേക്ക് വരുമ്പോൾ അത്രയും ഹയർ വൈബ്രേഷനിലുള്ള കാര്യങ്ങൾ വരുന്നത്. അതേപോലെ തന്നെയാണ് ബോഡിയിലും ഒത്തിരി മാറ്റങ്ങൾ വരും. ഓക്കെ. ആൻഡ് ഒരു ഡിവൈൻ ഫെമിനൈൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പാർട്ടെന്ന് പറയുന്നത് അവരുടെ യോനിയാണ്. അപ്പോൾ ഡിവൈൻ ഫെമിനൈൻ്റെ അത്രയും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ബോഡി നമ്മൾ ഓപ്പണായിട്ട് അങ്ങനെ ഏതിൻ്റെ പേരിലാണെങ്കിലും ഒരു അന്ധമായിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും മറ്റാരുടെയും മുമ്പിൽ അങ്ങനെ വരാതിരിക്കുക. അത് നമ്മുടെ ഇൻഡ്യൂഷൻ തന്നെ നമ്മളെ ഗൈഡ് ചെയ്യുന്നതാണ്. അതിനെ കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയും ഈ പറഞ്ഞതുപോലെ താന്ത്രിക് വേയിൽ ഒരിക്കലും ഒരു ജപമോ ഒരു ദീക്ഷയോ നഗ്നമായിട്ട് കൊടുക്കാറില്ല. അത് വേറെ രീതിയിലുള്ള മന്ത്രജപങ്ങളിലാണ് അത് ചെയ്യാറുള്ളത്. അതായത് ഒരു ലൈറ്റിൻ്റെ എനർജി അല്ല അത്. നെഗറ്റിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിലൂടെ ചെയ്യുന്നതും ചെയ്യിപ്പിക്കപ്പെടുന്നതും. അപ്പോൾ ഇതിലൊന്നും ട്രസ്റ്റ് ചെയ്യാതെ, ഇതിനൊന്നും അന്ധമായിട്ട് വീണ് പോകാതെ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ശരിക്കുമുള്ള ഒരു പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പാതയിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. ഇനി ആരെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അതൊരു കർമ്മയായിരുന്നു എന്ന് വിചാരിച്ച് അവിടെ നിങ്ങൾക്ക് ഫൊർഗീവ്നെസ് കൊടുക്കുക. മറ്റേ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന സോളിനും ഫൊർഗീവ്നെസ് കൊടുക്കുക. കാരണം ഈ പാറ്റേണെ പിന്നെയും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കാരണം പാസ്റ്റ് അത് കഴിഞ്ഞു പോയി, അത് ഏതെങ്കിലും ഒരു ജന്മത്തിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് വന്നിട്ടുള്ള ഒരു കാർമിക് ബാഗേജ് ആയിരുന്നിരിക്കാം റിലീസ് ചെയ്തതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള ആ കാര്യങ്ങളെ കൂടുതൽ ഡിസ്കസ് ചെയ്യാതെ അങ്ങ് റിലീസ് ചെയ്ത് ഫൊർഗീവ്നെസ് കൊടുത്തുകൊണ്ട് ലൈഫിൽ പുതിയ ചാപ്റ്റർ എടുക്കാനായിട്ട് നോക്കുക. ഇനിയും മറ്റൊരു കാര്യം മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് എനിക്ക് ഇനിയൊരാളുടെ ഹെൽപ്പ് എപ്പോഴെങ്കിലും ഒരിക്കലെന്നല്ല എപ്പോഴും എനിക്ക് വേണ്ടത് എൻ്റെ ഹീലിങ്ങിൻ്റെ ജേർണിയിൽ. കാരണം ഞാൻ എന്നിൽ തന്നെ ഞാൻ വിശ്വസിക്കാത്തത് കൊണ്ടല്ലേ. അപ്പോൾ എന്നിൽ ഞാൻ എവിടെയാണ് വിശ്വസിക്കാത്തതെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിനെ ഒന്ന് ഡീപ്പ് മെഡിറ്റേഷനിലിരുന്ന് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ബ്ലോക്കേജസ് നമ്മളിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോയി ഹീലിംഗ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ ഇത്രയുമാണ്. മേ ബി ഇതൊരു കംഫർട്ട് സോണിൽ നിന്ന് ഞാനും വെളിയിൽ വന്ന് ഈ ഒരു വീഡിയോ ഇടുകയാണ്. അപ്പോൾ ഇൻഫർമേഷൻ ഹെൽപ്ഫുള്ളാണെന്ന് വിശ്വസിക്കുന്നു. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാണ്ട് റേക്കിയുടെ ഗ്രാൻഡ് മാസ്റ്റർ ലെവൽ കോഴ്സസ് സ്റ്റാർട്ടാവുന്നുണ്ട് നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരും വാട്സപ്പിൽ മെസ്സേജായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.